ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഹെയർ ഡൈയുടെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ പുറകിലൊരു കഥയും കൂടി ഉണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് സവാളയുടെ തൊലി, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി തൊലി, 5-6 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഉലുവ, കറിവേപ്പിലൊന്നും ഒത്തിരിയൊന്നും വേണ്ട, ഒരു തണ്ടിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതെല്ലാം നന്നായിട്ട് കറുത്ത് വരുന്ന വരെ വറുത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരിത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹെയർ കളറിനൊക്കെ എന്താ വില കടകളിലൊക്കെ. ഇപ്പോൾ ഒന്നിനൊന്നിന് അത് ഒത്തിരി നാൾ ഇരിക്കത്തുമില്ല, മുടിയിൽ വേഗം തന്നെ പോവുകയും ചെയ്യും. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കളറൊക്കെ പോവും. ശരിക്കും പറഞ്ഞാൽ പുതിയ മുടി വളർന്നു വരുന്നതുകൊണ്ടിട്ടാണ്. ചില കളറൊന്നും അങ്ങനെ മുടിയിൽ നിന്ന് പോകത്തില്ല, പെർമനൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ നമ്മൾ റൂട്ട് വളരുന്ന അനുസരിച്ച് നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളുടെ പാനിലേക്ക് നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന എല്ലാം കേട്ടോ, കറിവേപ്പിലയും ഗ്രാമ്പൂവും അതുപോലെ ഉലുവയും ഉള്ളിത്തോലും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതൊക്കെ വറുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ താടിയൊക്കെ കുറച്ച് നരച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വൈകിട്ട് നല്ലൊരു ഡൈ ഇട്ട് തരാം കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ തീരെ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല, നാച്ചുറൽ ഡൈ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ജോലിക്കൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഇത് വറുത്തെടുക്കാൻ ഭയങ്കര പാടാണ്. 10 മിനിറ്റായി 15 മിനിറ്റായി എന്ത് ചെയ്താൽ ഉള്ളിത്തോലിൻ്റെ കളറ് മാറുന്നില്ല. ഇത് കരിഞ്ഞ രീതിയിൽ വരണം. പിന്നെ തീ കൂട്ടി വെച്ച് നോക്കി, എന്നിട്ടും ഇതൊന്നും മൂത്ത് വരുന്നില്ല. ഉലുവയും നമ്മുടെ ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോയി കേട്ടോ. കറിവേപ്പില വരെ കരി പോലെ. എന്ത് ചെയ്താൽ ഈ ഉള്ളിത്തോലിട്ട് കരിയുന്നുണ്ടോ ഇല്ല, ഈ ഒരു കളർ ഇങ്ങനെ നിൽക്കുക, ഉള്ളിത്തോലും വെളുത്തുള്ളിത്തോലും. വീണ്ടും ഞാൻ തീ കൂട്ടി വെക്കും, തീ കുറച്ച് വെക്കും, തീ കൂട്ടി വെക്കും, തീ കുറച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ കൂട്ടിയും കുറച്ചും ഒരു വിധത്തിൽ അതൊന്ന് മൂപ്പിച്ചെടുത്ത്. ഇടയ്ക്ക് ഞാൻ വലുതൊക്കെ ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് പൊടിച്ചിടുന്നുണ്ട്. ഉള്ളിയുടെ തോലായിട്ട് ചൂടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് വേഗം ഒന്ന് മൂത്ത് വരട്ടെ എന്നൊക്കെ ഓർത്തിട്ട്. എന്നിട്ടും വലുതായിട്ട് കറുത്തൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം വറുത്ത് എന്തായാലും ഡൈ ഉണ്ടാക്കണം. ഹസ്ബൻഡ് വരുമ്പോൾ ഇട്ടൊക്കെ കൊടുക്കണമല്ലോ. രാവിലെ വലിയ കാര്യത്തിൽ പറഞ്ഞതാണ്, ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ കണ്ട് അതിൽ നല്ലൊരു ഡൈയാണ്, നല്ല കളർ വരുമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് അതൊന്ന് വറുത്തിട്ടും അതിൻ്റെ കളറൊന്നും മാറിയില്ല കേട്ടോ. ഉള്ളിയുടെ ഇതിൻ്റെ ബാക്കിയെല്ലാം നല്ല കരി പോലെ ആയിട്ടുണ്ട്. എന്നിട്ട് അവസാനം അത് ഒരുമാതിരി ഇതായി വന്നപ്പോഴത്തേക്കും ഞാൻ വറക്കലൊക്കെ നിർത്തി കേട്ടോ. നമ്മൾ വറുത്ത് വെച്ച് ചൂടാറിയിരിക്കുക ഇപ്പോൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉള്ളിത്തോളിന് ചൂടൊന്നും ഇല്ലായിരുന്നു, ആ ഉലുവയ്ക്കൊക്കെ ചൂടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തൊരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത്രയും ഉള്ളിത്തോലൊക്കെ മൂത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തെടുക്കണം, ഒരു മിക്സിയുടെ ജാറിൽ വെട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഇതേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിന് മുകളിൽ ഞാനിതിട്ട് ഇങ്ങനെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉലുവയും കറിവേപ്പിലൊക്കെ ആദ്യമേ തന്നെ കരിഞ്ഞു, ഒരു 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ നല്ല കരിഞ്ഞൊക്കെ വന്നു കേട്ടോ. ഈ ഉള്ളിത്തോലും വെളുത്തുള്ളിത്തോലും എന്ത് ചെയ്താൽ കരിഞ്ഞില്ല, ഈ ഒരു അവസ്ഥയിലിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടൊന്ന് പൊടിച്ചെടുത്ത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാം. ഈ പൊടിച്ച പൊടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ അരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, ഞാൻ അങ്ങനെ തന്നെ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കടുകെണ്ണയാണ്. ഞാൻ ആ വീഡിയോ കണ്ടത് കടുകെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇക്കയുടെ നിർബന്ധമായിട്ട് പറഞ്ഞു, എനിക്ക് കടുകെണ്ണ വേണമെന്ന് പറഞ്ഞ് എവിടുന്നോ കടുകെണ്ണയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്താ എന്നാൽ ഉണ്ടാക്കണം എന്നൊക്കെ ഓർത്ത് എല്ലാം റെഡിയാക്കിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്താൽ പൊടിയുന്നില്ല. മിക്സിയുടെ ജാറിൽ കിടന്നിട്ട് ഇത്രയൊക്കെ പൊടിയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത്രയും പൊടിഞ്ഞ് എന്തായാലും അരിപ്പയിലിട്ടുമ്പോൾ ഇങ്ങനെ അരിച്ച് വരാൻ ഇത്തിരി പാടാം. അപ്പോഴത്തേക്ക് ഞാൻ എന്തെടുത്തു, ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാൻ ഇവിടെ നമ്മൾ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അത്ര എണ്ണയും പോയി, എൻ്റെ അത്രയും ഗ്യാസും പോയി, എല്ലാം പോയത് മാത്രം മിച്ചം കേട്ടോ. നിങ്ങൾക്ക് ആർക്കും ഇതുപോലൊരു അബദ്ധമൊന്നും പറ്റാൻ പാടില്ല കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്ത് വിജയിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് വഴി അറിയിക്കണേ. എനിക്കുണ്ടായ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കണേ. അപ്പോൾ നമ്മൾ നല്ലെണ്ണയല്ല കടുകെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് നല്ല മിക്സ് ചെയ്തിട്ട്, ഞാൻ കയ്യിലെടുത്തപ്പോൾ തരാന്നിരിക്കുക നമ്മുടെ തേയിലയൊക്കെ നമ്മൾ ചായയിലിട്ടിട്ട് മിച്ചം വരുന്ന തേയില ഉണ്ടല്ലോ, ചായയിലിട്ട് ചണ്ടി, അതെടുത്ത് കൈ വെക്കുന്നവരെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെടുത്ത് ഇത് വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ അരച്ച്, ഇത്രയും കൂടെ എണ്ണ ഒഴിച്ചിട്ട്, ഇതാണ് അവസ്ഥ. കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് അരച്ച് കേട്ടോ, അരയട്ടെ എന്ന് ഓർത്തിട്ട്. ഞാൻ എടുത്തപ്പോൾ ഇതാണ് അവസ്ഥ. ഇതാണ് ഞാൻ ഹെയർ കളർ ഉണ്ടാക്കാൻ പോയിട്ട് എനിക്ക് പറ്റിയ അബദ്ധം.
ഇനി എന്തായാലും കടയിൽ നിന്ന് മേടിച്ചാലും എന്തായാലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ നിൽക്കത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റോടെ അറിയിക്കാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് എൻ്റെ അനുഭവം മാത്രമാണ് കേട്ടോ.